കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി കെ. സുധാകരൻ. കെ.സിയെ പോലെ ദൂരദർശിയായ ഒരു നേതാവിനെയാണ് കേരളത്തിന് ആവശ്യം. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായി ഉയരാൻ കെ.സിക്ക് കഴിയുമെന്നും സുധാകരൻ FB പോസ്റ്റിൽ പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ പേരായിരുന്നു സുധാകരൻ നിർദ്ദേശിച്ചിരുന്നത്. സുനിൽ ഐസക് വിശദാംശങ്ങളുമായി. സുനിൽ, നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമായിരുന്നു സുധാകരന്റെ നിലപാട്. ഇപ്പോൾ കെ.സിക്ക് അനുകൂലമാകാനുള്ള കാരണം എന്താണ്? തീർച്ചയായും അങ്ങനെ ഒരു വലിയ നിലപാട് മാറ്റമാണ് ഇപ്പോൾ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നേരത്തെ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന നിലപാടായിരുന്നു കെ. സുധാകരൻ സ്വീകരിച്ചത്. അത് പക്ഷെ പിന്നീട് അദ്ദേഹം പത്തനംതിട്ടയിലും മറ്റും ആവർത്തിക്കുകയും ചെയ്തതാണ്. പക്ഷേ അല്പസമയം മുമ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ കൂടിയും കെ.സിയെ പുകഴ്ത്തിക്കൊണ്ട് കെ.സിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമാണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദേശീയ തലത്തിൽ നിർണായകമായ ചുമതലകൾ നിർവഹിച്ച് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുമ്പോഴും കെ.സി. വേണുഗോപാലിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകരെ ഉണർത്തിയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം പകരുന്ന ശക്തിയായി മാറിയും പാർട്ടിയുടെ വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച ആളാണ് കെ.സി. വേണുഗോപാൽ. അതൊരു നേതാവിന്റെ സംഘടനാ മികവിന്റെ തെളിവാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇന്ന് കേരളത്തിന് ആവശ്യം അത്തരമൊരു ദൂരദർശിയുള്ള നേതൃത്വമാണ്. A.K. ആന്റണിക്കും കരുണാകരനും ഉമ്മൻചാണ്ടിക്കും വയലാറും തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിച്ച മഹാൻ നേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമനായി ഉയരാൻ കെ.സിക്ക് കഴിയുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരമൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉള്ളത് ഇപ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിൽ പ്രതിഫലിക്കുന്നുവെന്നും കെ.സിയെ പോലൊരു നേതാവ് ഇപ്പോൾ കേരളത്തിലെ നേതൃത്വത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് കെ. സുധാകരൻ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന്. എന്തായാലും അദ്ദേഹത്തിന് പൊടുന്നനെ ഇത്തരം ഒരു നിലപാട് മാറ്റത്തിലേക്ക് എത്തിയത് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.